ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് മാർച്ച് 19th. അപ്പോൾ ഇന്ന് 29ാമത്തെ നോമ്പ് പ്ലസ് എൻ്റെ ബർത്ത്ഡേ പ്ലസ് പെരുന്നാൾ രാവ് ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനും. അങ്ങനെ അത്താഴത്തിന് നീച്ചു, അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു, നിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ എക്സാമൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പഠിച്ചു, അങ്ങനെ പോയി കിടന്നുറങ്ങി. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയി തന്നതാണ്. അവൾ വരച്ചതാണ് കേട്ടോ. അത് അവളെ വര എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം എനിക്ക് സർപ്രൈസായി തന്നെ എനിക്ക് സാധിപ്പിച്ച് തന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ടൈമിൽ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. പിന്നെ പുറത്തൊക്കെ ഒന്ന് പോകാണ്ടായിരുന്നു, പോയി വന്നു. പിന്നെ വൈകുന്നേരത്ത് നോമ്പ് തുറക്കാൻ ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ സ്പെഷ്യൽസ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ലേ, കാരണം അഥവാ നാളെ പെരുന്നാളാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെരുന്നാളാണെന്ന് അറിഞ്ഞു, അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ വന്നിരുന്നു മൈലാഞ്ചി ഇടാൻ. അപ്പോൾ അവർക്ക് മൈലാഞ്ചി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രദർ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നു. എൻ്റെ മൂത്താപ്പൻ്റെ മോനാണ്. അങ്ങനെ മെഹന്തി എല്ലാം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്പൂട് കളിക്കണുണ്ടില്ല. എല്ലാം ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 12 മണിയൊക്കെ ആയിക്കണം. അങ്ങനെ മൈലാഞ്ചിട്ടലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ അമ്പൂടിനായിട്ട് കളിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്, കമൻറ്റ്സ് ചെയ്യണേ, രസമുണ്ടോയെന്ന്. അങ്ങനെ എൻ്റെ അമ്പൂട് കുറച്ച് നേരം എൻ്റെ ഫോട്ടോ ആയിട്ട് കളിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്.